എൻ്റെ പേര് ജെഫിൻ എന്നാണ്. എൻ്റെ വീട് റാന്നിയിലാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 1986 മോഡൽ SS80 വണ്ടി. അപ്പോൾ ഇതിപ്പോൾ പുള്ളി ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട്, ജസ്മിൻ എന്ന ആളുടെ പേര്, പുള്ളി ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ വണ്ടി കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ ഓണർ വണ്ടി തന്നെ ആയിരുന്നു. അപ്പോൾ വളരെ കുറച്ച് ഓടി, അങ്ങനെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. പിന്നെ ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പെയിൻറ്റിങ് ആണെങ്കിലും വീൽസ് ആണെങ്കിലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ അപ്പോൾസറി ചെയ്തു. അതുപോലെ SS80 സ്റ്റാൻഡേർഡാണ് വണ്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് AC ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ AC അഡീഷണലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇത് മെയിനായിട്ട് എടുക്കുന്നതിൻ്റെ ശരിക്കും വണ്ടിയോടുള്ള ഒരു പാഷൻ്റെ പുറത്ത് വണ്ടി എടുത്തതാണ്. പിന്നെ വണ്ടി ഓട്ടക്കുറവായിരുന്നു, മെയിനായിട്ടും അതാണ് ഒരു കാര്യം. പിന്നെ ഈ വണ്ടിയുടെ ലുക്ക് ശരിക്കും ഒരു ചെറിയ കാറാണ്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെ നമ്മളെ വണ്ടി വാച്ച് ചെയ്യുന്നതും ശരിക്കും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മെയിനായിട്ടും മെയിൻ്റനൻസ് വളരെ കുറവാണ് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച്. നമ്മുടെ അന്നത്തെ കാലത്ത് ഇറങ്ങിയ അംബാസഡറിനെയും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ്റനൻസ് വളരെ കുറവാണ്. പിന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പറഞ്ഞതിൻ്റെ പെയിൻറ്റിങ് ആയിരുന്നു. വണ്ടി വൈറ്റ് കളറായിരുന്നു കമ്പനി വന്നിരുന്നത്. അപ്പോൾ വൈറ്റ് കളർ മാറ്റി നമ്മളൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും കമ്പനി ഇതിനൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷേ അത് ഇത്രയും ഡാർക്ക് കളറല്ല. അപ്പോൾ അത് നമ്മളൊരു കസ്റ്റം പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ ഈ വണ്ടിയെ ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണലി നോക്കുമ്പോൾ അതായിരിക്കും നമ്മളിതിൻ്റെ മെയിനായിട്ടൊരു അട്രാക്ഷൻ. റോഡിൽ കൂടെ പോയാലും 4 പേര് നോക്കുന്നത് മിക്കവാറും അതുകൊണ്ടായിരിക്കും, പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും. നല്ല ഫിനിഷിങ് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് തീർത്തിട്ടാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ശരിക്കും ഈ കളറല്ല വന്നിരുന്നത്, ഒരു സിൽവർ ഷെയ്ഡ് പോലെ SS80 വരുന്നത്. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഗ്ലോസി ബ്ലാക്കിലോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഹെഡ് ലാമ്പ് ക്ലിയർ ലെൻസ് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഒരു സീൽഡ് ബീം ആയിരുന്നു ഹെഡ് ലാമ്പ് വന്നിരുന്നത്. അത് മാറ്റി നമ്മളിപ്പോൾ ഒരു ക്ലിയർ ലെൻസ് ഹെഡ് ലാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കി അത്രേ ഉള്ളൂ. ഫ്രണ്ടിൽ അങ്ങനെ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് വണ്ടിയുടെ ആ സ്റ്റോക്ക് കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് പെയിൻറ്റിങ്ങൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ വീല്, ഇതിന് സ്റ്റോക്ക് വരുന്ന 12 ഇഞ്ച് വീലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റി ഒരു വോസൻ്റെ റെപ്ലിക്ക എന്ന രീതിയിൽ ഒരു 13 ഇഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടയർ പ്രൊഫൈൽ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു മിറർ, നമ്മൾ ഈ ബൈക്കിനൊക്കെ വരുന്ന ടൈപ്പ് മിററാണ്. ബുള്ളറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് മിറർ കാണാം. അത് നമ്മൾ ക്ലാമ്പ് ഉണ്ടാക്കി അതേൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുക. മെയിനായിട്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ബൂട്ട്. ഇപ്പോൾ സാധാരണ കാറുകൾക്കൊക്കെ നമുക്ക് ഡോറ് പോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സാണ് ശരിക്കും ബൂട്ട് ലിഡായിട്ട് തുറന്ന് വരുന്നത്. ഇതുണ്ടല്ലോ, അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട് ഈ വാഹനത്തിന്. അപ്പോൾ ഇതിൻ്റെ പാർട്സുകളൊക്കെ എങ്ങനെയാണ് ബ്രോ ഇപ്പോൾ ഇതിന് കിട്ടാനുണ്ടോ? പാർട്സുകൾ നമുക്കിപ്പോൾ ഇതിൻ്റെ തന്നെ പാർട്സുകൾ ബാംഗ്ലൂരിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു 2 ദിവസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഓക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ ഇതിന് ശേഷം ഇറങ്ങിയ SB308 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നമുക്ക് സ്യൂട്ട് ചെയ്യാം. അതിൻ്റെ ഒമിനിയുടെയൊക്കെ പറ്റും. അതുപോലെ തന്നെ ഈ ടെയിൽ ലാമ്പൊക്കെ സ്റ്റോക്ക് ടെയിൽ ലാമ്പ് തന്നെ നമുക്ക് അന്ന് വന്ന ആ ടെയിൽ ലാമ്പ് തന്നെ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ബമ്പർ മെറ്റൽ ബമ്പറാണ് ഫ്രണ്ടും ബൈക്കും. അതിന് സ്ട്രോങ് ആണ്. ഇത് ഇടിച്ചാലും ഇടിക്കുന്നവൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്നുള്ളതേ ഉള്ളൂ. അതൊരു പ്രത്യേകതയാണ്. ഇന്നത്തെ കാലത്തെ വണ്ടിക്കൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മെറ്റൽ ബമ്പറാണ് ഫ്രണ്ടും ബൈക്കും വന്നേക്കുന്നത്. ഇൻറ്റീരിയറിൽ നമ്മൾ മെയിനായിട്ട് സീറ്റാണ് ചെയ്തേക്കുന്നത്. സീറ്റ് സ്റ്റോക്ക് സീറ്റ് തന്നെ കവർ ചെയ്തേക്കും, ഒരു വൈറ്റ് അപ്പോൾസറി ചെയ്തേക്കുന്നത്. നമ്മൾ ഈ എക്സ്റ്റീരിയറിലെ കളറിനൊരു മാച്ചിങ് എന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ AC ചെയ്തിട്ടുണ്ട്. അൾട്ടോയുടെ AC ആണ് ചെയ്തേക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഇതിന് AC വരുന്നില്ല, കമ്പനി ഫിറ്റഡ് AC അല്ല വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന AC അൾട്ടോയുടെ. ഇതാ എക്സ്ട്രാ ചെയ്തേക്കുന്നത്. കിട്ടും. അൾട്ടോയുടെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഈ സ്റ്റാൻഡേർഡും ഡീലക്സും തമ്മിലുള്ള വ്യത്യാസം AC, അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് വരുമായിരുന്നു മറ്റേ ഡീലക്സ് ആകുമ്പോൾ. ഇതിന് ക്ലോക്ക് ഇല്ല. പിന്നെ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ അടിയിൽ ഒറിജിനൽ കവറുണ്ട്, അതിന്റെ പുറത്ത് ഇട്ടേക്കുക. പിന്നെ ഇത് മാറി, റൂഫ് ലൈനർ ചേഞ്ച് ചെയ്തു. നേരത്തെ ഒരു ഡള്ളായിരുന്നു, അപ്പോൾ അത് മാറി. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് ആക്കി. സീറ്റ് ബെൽറ്റും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സാധാരണ ഇന്ത്യൻ വാഹനങ്ങളിൽ കാണുന്ന പോലത്തെ സീറ്റ് ബെൽറ്റ് അല്ല. മേളിൽ നിന്ന് ഇങ്ങനെ ഈ രീതിയിൽ ലോക്ക് ചെയ്യുന്ന ജാപ്പനീസ് ഒറിജിനൽ അന്ന് വന്ന ആ ഒരു സീറ്റ് ബെൽറ്റ് സെറ്റപ്പ് തന്നെ ഇപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പിന്നെ ഇത് ഊരുന്നത് ഇങ്ങനെ ഊരി ഇവിടെ ഇങ്ങനെ കൊളുത്തി ഇടുക. ഇല്ലില്ല, അങ്ങനെ കയറി പോകത്തില്ല. ഈ ഒരു സെറ്റപ്പ്. ബാക്ക് സീറ്റ് എല്ലാം സ്റ്റോക്കാണ്. പിന്നെ ഇതിന് മ്യൂസിക് സിസ്റ്റം ഒന്നും വരുന്നില്ല സ്റ്റാൻഡേർഡിന്. പിന്നെ മറ്റേ ഡീലക്സ് ആകുമ്പോൾ ഒരു സെറ്റും 2 സ്പീക്കറും ഒക്കെ വരും. മറ്റേ AM മാത്രമുള്ള പഴയ രീതിയിലെ സെറ്റ് ഉണ്ടല്ലോ, അതായിരുന്നു ഈ വാഹനത്തിന് വന്നോണ്ടിരുന്നത്. ഇതിന് പിന്നെ സെറ്റൊന്നും കൊടുത്തിട്ടില്ല. ഇല്ലില്ല. പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ഫ്ലോർ മാറ്റ് ഫുള്ള് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഗിയർ ബോക്സിന് ഇച്ചിരി കുറച്ച് പണിയുണ്ടായിരുന്നു, അപ്പോൾ അതും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിന് നമ്മൾ വണ്ടി കൊടുക്കാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബയ്യർ നല്ലൊരു ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കും. പക്ഷേ അതിനോട് പാഷനുള്ള ഒരാൾ, നമ്മൾ ഇതിപ്പോൾ പുതിയ വണ്ടി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വരുവാണെങ്കിൽ കൊടുക്കും. അപ്പോൾ യൂസ് ചെയ്യാനിപ്പോൾ ആരും ഇല്ല, അതുകൊണ്ട് കൊടുക്കുന്ന. അപ്പോൾ